പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച 16 ക്യാമ്പുകൾ പൊളിച്ചു നീക്കി മസ്കത്ത് മുനിസിപ്പാലിറ്റി. അൽ ഖൈറാൻ, യിത്തി പ്രദേശങ്ങളിലാണ് നടപടി. ഇക്കോ ടൂറിസം ലക്ഷ്യത്തിനായി മാറ്റിവെച്ച പ്രദേശമാണ് അൽ ഖൈറാൻ. പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം പൈതൃക ടൂറിസം മന്ത്രാലയത്തിനാണ്. ഈ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് ഉടമകളായ പൗരന്മാർ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ടൂറിസം മന്ത്രാലയത്തിൽ നിന്ന് അനുമതി നേടണം. പ്രദേശത്തിന്റെ പ്രകൃതം മാറ്റാതെയുള്ള വികസന പ്രവർത്തനങ്ങളെ പാടുള്ളൂ. ക്യാമ്പിംഗ് മാർഗനിർദ്ദേശങ്ങൾ 48 മണിക്കൂറിലേറെ ക്യാമ്പിന് അനുമതിയുണ്ടാകില്ലെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. ക്യാരവാനുകൾക്കും ടെന്റുകൾക്കും ഇത് ബാധകമാണ്. 100 ഒമാനി റിയാൽ സെക്യൂരിറ്റി നിക്ഷേപമടച്ച് ബന്ധപ്പെട്ട ഡയറക്ടറേറ്റിൽ നിന്ന് അനുമതി വാങ്ങിയാൽ 48 മണിക്കൂറിലധികം ക്യാമ്പിംഗ് നടത്താം. ആദ്യം 7 രാത്രികൾക്കുള്ള ലൈസൻസാണ് അനുവദിക്കുക. ഇത് പിന്നീട് വേണമെങ്കിൽ ദീർഘിപ്പിച്ച് നൽകും. ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയാണ് ക്യാമ്പിംഗ് എങ്കിൽ 200 ഒമാനി റിയാൽ പിഴ ഈടാക്കും. പ്രത്യേക നിയന്ത്രണങ്ങളിലും മാനദണ്ഡങ്ങളിലും ഏതെങ്കിലും ഒന്ന് പാലിച്ചില്ലെങ്കിൽ 50 റിയാലാണ് പിഴ. നിയമലംഘനം ആവർത്തിക്കുകയും നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ ക്യാരവാനും ടെന്റും ക്യാമ്പും നീക്കം ചെയ്യും. പാലക്കാട് സൗഹൃദ കൂട്ടായ്മ ബൗഷറിലെ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന ആപ്തവാക്യത്തോടെ 2025 ജനുവരി 31 രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ 70 പേർ രക്തദാനം ചെയ്തു. രക്തദാന ക്യാമ്പ് നടത്തുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് കൂട്ടായ്മയിലെ സാമൂഹിക ക്ഷേമ വിഭാഗം സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് മികച്ച സഹകരണം നൽകിയതിന് പ്രസിഡന്റ് ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ഹരിഗോവിന്ദ്, സാമൂഹിക വിഭാഗം സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ എല്ലാവർക്കും നന്ദി അറിയിച്ചു. അപകടമാം വിധത്തിൽ വാഹനമോടിച്ച ഡ്രൈവറെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ച വീഡിയോയെ തുടർന്നാണ് നടപടി. അൽ ദാഖിലിയ ഗവർണറേറ്റിലാണ് സംഭവം. അപകടകരമാം വിധത്തിൽ വാഹന പരേഡ് നടത്തുന്നതാണ് വീഡിയോയിലുള്ളത്. മറ്റുള്ളവർക്ക് ഭീഷണി ഉയർത്തുന്ന വിധത്തിലാണ് ഡ്രൈവർ വാഹനം ഓടിച്ചത്. മറ്റുള്ള റോഡ് ഉപയോക്താക്കളെ അപകടത്തിൽപ്പെടുത്തുന്നതും പൊതുസമാധാനം തകർക്കുന്നതുമായിരുന്നു ഈ ഡ്രൈവിംഗ് എന്ന് ആരോപി ചൂണ്ടിക്കാട്ടി. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സീ ലയൺ 1/2025 എന്ന പേരിലുള്ള നാവികാഭ്യാസം അവസാനിച്ചു. അൽ ബാത്തിന, അൽ വുസ്ത, തെക്കൻ മേഖലകൾ എന്നിവിടങ്ങളിൽ റോയൽ ഒമാൻ നേവിയാണ് നാവികാഭ്യാസം നടത്തിയത്. റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ, റോയൽ ഒമാൻ പോലീസ് എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു നാവികാഭ്യാസം. വ്യോമസേനയുടെ ജെറ്റുകൾ പങ്കെടുത്തു. നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത കപ്പലുകൾ സെയ്ദ് ബിൻ സുൽത്താൻ നാവികതാവളത്തിൽ തിരിച്ചെത്തി. നാവികസേനയുടെ വാർഷിക പരിശീലന പദ്ധതികളുടെ ഭാഗമായാണ് നാവികാഭ്യാസം സംഘടിപ്പിച്ചത്. നാവികസേനയുടെ കപ്പലുകളുടെയും അംഗങ്ങളുടെയും സന്നദ്ധതയും സജ്ജീകരണവും നിലനിർത്തുകയായിരുന്നു ലക്ഷ്യം. ഒമാനി പൗരത്വ നിയമം ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ പ്രാബല്യത്തിലാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. 2014 സ്റ്റേറ്റ് ആൻഡ് ദി ഒമാനി നാഷണാലിറ്റി നിയമത്തിന്റെ അടിസ്ഥാന ശാസന പരിശോധിച്ചതിന് ശേഷമാണ് ഇത്. പൊതുജന താൽപര്യം മുൻനിർത്തിയാണ് പുതിയ നിയമം. ഇത് പ്രകാരം 4 അനുച്ഛേദങ്ങളാണുള്ളത്. അനുച്ഛേദം 1 പ്രകാരം ഒമാനി പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നടപ്പാക്കും. വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനാവശ്യമായ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും തീരുമാനങ്ങളും ആഭ്യന്തരമന്ത്രി പുറപ്പെടുവിക്കും. അത്തരം ചട്ടങ്ങളും തീരുമാനങ്ങളും പുറപ്പെടുവിക്കുന്നതുവരെ നിലവിലെ ചട്ടങ്ങളും തീരുമാനങ്ങളും തുടരും. നിയമവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അഭിസംബോധന ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങളിലാണ് ഇത് ബാധകമാകുക. മാത്രമല്ല, അവ വ്യവസ്ഥകളുമായി വിരുദ്ധമാകാനും പാടില്ല. പഴയ നിയമം പിൻവലിക്കും. പുതിയ നിയമവുമായി എതിരാകുന്ന ഏതെങ്കിലും വ്യവസ്ഥകളുണ്ടെങ്കിൽ അതും പിൻവലിക്കും. ഈ ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അന്നു മുതൽ നിയമം പ്രാബല്യത്തിലാകുകയും ചെയ്യും. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കഴിഞ്ഞ 41 ദിവസമായി അരങ്ങേറിയ സാംസ്കാരിക വിനോദ സാഹസിക പരിപാടികൾ ആസ്വദിക്കാനെത്തിയത് 17 ലക്ഷം പേർ. ഇത് റെക്കോർഡാണ്. ഡിസംബർ 23 മുതൽ 7 സ്ഥലങ്ങളിലായാണ് ഫെസ്റ്റിവൽ നടന്നത്. ഇക്കാലയളവിൽ 17 ലക്ഷം പേർ ഫെസ്റ്റിവൽ സന്ദർശിച്ചത് ചരിത്രമാണെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു. അത്രയും ജനങ്ങളെ സ്വീകരിക്കാൻ സാധിച്ചതും റെക്കോർഡാണെന്ന് അദ്ദേഹം പറഞ്ഞു. 7 സ്ഥലങ്ങളിലായി പരിപാടികൾ വിഭജിച്ച് നടത്തുകയെന്നത് വെല്ലുവിളിയായിരുന്നു. എന്നാൽ എല്ലാ അധികാരികളും ഉൾപ്പെടുന്ന സംഘാടക സമിതിയുടെ പ്രവർത്തന ഫലമായി എല്ലാ വെല്ലുവിളികളെയും മറികടക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ വൈവിധ്യമാർന്ന സാംസ്കാരിക വിനോദ ആകർഷണങ്ങളാണ് മസ്കത്ത് നൈറ്റ്സിൽ ഉൾപ്പെടുത്തിയത്. ഖുറം നാഷണൽ പാർക്ക്, അൽ അമീറാത്ത് പാർക്ക്, നസീം പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ,
സ്വീബ് ബീച്ച്, വാദി അൽ ഖൂദ്, സൂർ അൽ ഹദീദ്, സീബ് ബൗളിംഗ് സെന്റർ എന്നിവിടങ്ങളിലായിരുന്നു ഫെസ്റ്റ് നടന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ദേശാടന ഫാൽക്കണുകൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായി എൻവയോൺമെന്റ് അതോറിറ്റിയിലെ എൻവയോൺമെന്റ് കൺസർവേഷൻ ഓഫീസ് നടത്തിയ പഠനം തെളിയിക്കുന്നു. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ദ്വീപിലാണ് ഇവയുടെ സാന്നിധ്യമുള്ളത്. കഴിഞ്ഞ വർഷം 32 കറുത്ത ഫാൽക്കണുകളെ കണ്ടെത്തി. 2023 ഇത് 21 ആയിരുന്നു. വടക്കൻ ദ്വീപുകളിൽ ഒന്നാണ് ഇവയുടെ കൂടുള്ളത്. ആഗസ്റ്റ് 13 മുതൽ 20 വരെയും സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 3 വരെയുമാണ് സർവേ നടത്തിയത്. ഇത്തരം ഫാൽക്കണുകളുടെ അവയുടെ വാസസ്ഥലങ്ങളുടെയും അവസ്ഥ സംബന്ധിച്ച വിവരം പരിഷ്കരിക്കുകയും ആളുകളെ പരിശീലിപ്പിക്കുകയും കണ്ടെത്തലുകൾ സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുകയായിരുന്നു സർവേയുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് പരിസ്ഥിതികാര്യ ഡയറക്ടർ തൈമൂർ ബിൻ അബ്ദുള്ള അൽ സെയ്ദ് പറഞ്ഞു. റിപ്പോർട്ട് ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ട്രേഡ് യൂണിയൻ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പിന്തുണയ്ക്കുന്ന നിയമനിർമ്മാണം വേണമെന്ന് സുൽത്താനേറ്റിലെ ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ലുക് ട്രയാങ്കിൾ തൊഴിൽ മന്ത്രി ഡോക്ടർ മുഹാദ് സെയ്ദ് ബവൈനിനെ സന്ദർശിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് അന്തസ്സാർന്ന തൊഴിലിനായി സംഭാവന നൽകുന്നതിന് സാമ്പത്തിക, ധനകാര്യ, സാമൂഹിക നയങ്ങൾ ഉറപ്പുവരുത്താൻ ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് സജീവ പങ്കാളിത്തമുണ്ടാകുമെന്നും സാമൂഹിക ചർച്ച വികസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. GFOW ഡയറക്ടേഴ്സ് ബോർഡ് ചെയർമാൻ നബഹാൻ അഹമ്മദ് അൽ ബത്താഷിയും ബോർഡ് അംഗങ്ങളും വിദഗ്ധരും ചേർന്ന് ലുക് ട്രയാങ്കിളിനെ സ്വാഗതം ചെയ്തു. രാജ്യത്തെ ട്രേഡ് യൂണിയൻ മനുഷ്യാവകാശങ്ങളുടെ സ്ഥിതി വിലയിരുത്തി GFOWവും ITUCയും തമ്മിൽ സുപ്രധാന പങ്കാളിത്തം ചർച്ചയായി. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിലും തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും മൂന്ന് കക്ഷികൾക്കുമിടയിൽ സാമൂഹിക ചർച്ച ശക്തിപ്പെടുത്തുന്നതിലും GFOWവിന്റെ പങ്ക് അടിവരയിടുന്നതായിരുന്നു ചർച്ച. വേൾഡ് മലയാളി ഫെഡറേഷൻ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെൽത്ത് ഫോറം എല്ലാവർക്കും ആരോഗ്യം എന്ന പദ്ധതിയുടെ ഭാഗമായി കിംസ് ഹെൽത്ത് ഗ്രൂപ്പുമായി സഹകരിച്ച് എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും വാക്കത്തോൺ സംഘടിപ്പിച്ചു. ജനുവരി 31 രാവിലെ 7:30 അൽ ഷാത്തി ഖുറം ബീച്ചിലായിരുന്നു ഒമാൻ വാക്കത്തോൺ. 200ഓളം പേർ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്തു. ഒമാൻ ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് പി രാജൻ സ്വാഗതം പറഞ്ഞു. WMF മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെൽത്ത് ഫോറം കോർഡിനേറ്റർ ഡോക്ടർ ലാൽ കൃഷ്ണ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ നടത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പൊതുജനങ്ങളിൽ കൂടുതൽ ആരോഗ്യ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇത്തരം പരിപാടികൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മസ്കത്ത് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ CEO ഡോക്ടർ സാമന്തി ഡി സിൽവ സംസാരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.